എന്താണ്? വീട്ടിലാണേലും അമ്പാടിക്കുട്ടൻ അങ്ങനെയാണ്. എങ്ങനെയാണ് അമ്പാടിക്കുട്ടൻ? അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അമ്പാടി സുന്ദരനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അമ്പാടി ഒരു ഹായ് പറഞ്ഞോ. കഴിച്ചോ? അമ്പാടി എന്താ കഴിക്കണേ? ഹായ്, എല്ലാവർക്കും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അതായത് നമ്മുടെ അമ്പാടിക്കുട്ടനെ എണീക്കുന്നത് മുതൽ അംഗൻവാടി പോകുന്നത് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താടിയോ അമ്പാടിക്കുട്ടൻ ഓർക്കണീറ്റാ? അമ്പാടി ഹായ് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഇന്ന് നേഴ്സറി പോണ്ടേ? വേണ്ട. എന്തു പറ്റി? ക്ഷീണമാണോ അമ്പാടിക്ക്? എണീറ്റേ പല്ല് തേക്കാം. അമ്പാടിക്കുട്ടിന് ചുമയുണ്ടല്ലേ? അമ്പാടിക്ക് ചുമയുണ്ടോ? എങ്ങനെ ചുമ? എവിടെ എവിടെ? കാണിച്ചതാ. നിക്കാം, കാണിച്ചു തന്നോ. ചുമ എന്ത്? അമ്പാടിന്റെ ചുമ എവിടെ? ഇവിടെയോ? ഓജോ. പിന്നെ എന്ത് ചെയ്യും? മരുന്ന് കുടിച്ചോ അമ്പാടി? കുടിച്ചോ? ഇല്ല, മരുന്നും തന്നോ? അമ്മടിക്ക് ഇഷ്ടമാണോ മരുന്ന് കുടിക്കാനായിട്ട്? പൈനാപ്പിൾ അമ്പാടിക്കുട്ടൻ മരുന്ന് കുടിക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ, ചെറിയ സ്ട്രോബെറിയുടെയും പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ചേരുമല്ലോ ഓരോ മരുന്നിൽ, സിറപ്പിൽ. അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാൻ. അമ്പാടിക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മക്കുട്ടിക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഒരു വിറ്റമിൻ്റെയൊക്കെ ഇത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറപ്പ് അമ്പാടി എപ്പോഴും വന്നിട്ട് ചോദിക്കും കേട്ടോ, അമ്പാടിക്കും വേണമെന്ന്. അപ്പോൾ അത് അമ്പാടിക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ രണ്ടുപേർക്കും കൊടുക്കും. പക്ഷെ അമ്മക്കുട്ടിക്ക് മടിയാണ് കേട്ടോ കുടിക്കാനായിട്ട്. അമ്പാടി അങ്ങനെയല്ല, അമ്പാടി ഇങ്ങനെ ചോദിച്ച് മേടിച്ചാൽ കുടിക്കുന്നല്ലേ? ഇവിടെ ചോദിച്ച് കുടിക്കും. ഞാൻ മറന്നാലും അമ്പാടി മറക്കില്ല. എന്താണ്? എണീക്കാം, ഇങ്ങനെ കിടന്നാ മതിയോ? നമുക്ക് റെഡി ആവണ്ടേ നേഴ്സറി പോവാൻ? പോണം. ടീച്ചർ പറഞ്ഞു അമ്പാടിക്ക് കളിക്കാനായിട്ട് പുതിയ ടോയ്സൊക്കെ അവിടെ ഉണ്ട്, എഴുതി പഠിക്കണം. നമ്മൾ ഹോംവർക്ക് എഴുതി വെച്ചിട്ടില്ലേ, അത് കൊണ്ട് കൊടുക്കണ്ടേ ടീച്ചറിനെ? റാ എഴുതിയില്ലേ നമ്മൾ? അമ്പാടി റാ എഴുതിയോ ബുക്കിൽ? ഏത് റാ? അച്ചോ, അമ്പാടിക്ക് മറന്നുപോയി. എണീക്ക്, നമുക്ക് പോവാം. നമുക്ക് നേഴ്സറി പോവാം. എന്നിട്ട് അമ്പാടിക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ, രാവിലെ ഇരിക്കുമ്പോൾ ചെറിയ മടിയാവും. പിന്നെ എണീറ്റൊന്ന് ആൾ ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാണ്ട് പോവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ഇതാക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും എന്താ നമ്മുടെ നഴ്സറിയിലുള്ള കുട്ടീസിന് മുട്ടായിയൊക്കെ കൊടുക്കാൻ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തീരെ വാശി പിടിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അമ്പാടിയിൽ നാരങ്ങ മുട്ടായി ഇട്ടു ഇവിടെ. അപ്പോൾ അത് മേടിച്ച് കൊടുത്തു വിടാതെ എല്ലാവർക്കും കൊടുക്കും അമ്പാടിക്കുട്ടൻ. അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചില ദിവസം അമ്പാടീനെ ഞാൻ നഴ്സറിയിലൊക്കെ പറഞ്ഞു വിടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കൊടുത്തു വിടില്ല, കാരണം കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കൊടുത്തു വിടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്പാടിക്കുട്ടനെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പോണില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവൻ്റെ മൈൻഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ അമ്പാടി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങിയത്. നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഇങ്ങനെ ഒരു ദിവസം നേഴ്സറി കൊണ്ടുപോയപ്പോഴേ അമ്പാടിക്കുട്ടനാണ് പറഞ്ഞത്. അവന് സ്കൂളിൽ കുട്ടികൾക്കും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നാരങ്ങ മിഠായി വാങ്ങിച്ചിട്ട് പോയി കൊടുത്തു. അപ്പോൾ അതിന് ശേഷം അവൻ എല്ലാ ദിവസവും ചോദിക്കുമായിരുന്നു. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാ ദിവസവും വേണ്ട, കുഞ്ഞു കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കില്ല, കുറേ ദിവസം കൂടുമ്പോൾ വാങ്ങിച്ചു കൊടുക്കില്ലേ അമ്പാടി? വീട്ടിലാണേലും അമ്പാടിക്കുട്ടൻ അങ്ങനെയാണ്. എങ്ങനെയാണ് അമ്പാടിക്കുട്ടൻ? അമ്മുക്കുട്ടിക്കും എല്ലാവർക്കും കൊടുത്തിട്ടേ കഴിക്കും അല്ലേ? അച്ഛന് കൊടുക്കും,
അച്ഛന് കൊടുക്കൂലേ? ബിസ്ക്കറ്റ് ആണെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെ പാക്കറ്റ് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും കേട്ടോ. നമ്മൾ ആരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ അവന് വിഷമം. അതുകൊണ്ട് നമ്മളെല്ലാവരും വാങ്ങിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അവൻ തന്നെ വന്ന് വാങ്ങിച്ചത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ തരുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വാശിയൊക്കെ ഉള്ള കുട്ടത്താണ്. അങ്ങനെ ഭയങ്കര വാശിയല്ല, എന്നാലും അത്യാവശ്യം അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ അതിന് വേണ്ടി നിൽക്കും കേട്ടോ. അപ്പോൾ നേഴ്സറി പോകുന്ന സമയത്താണെങ്കിൽ ഡ്രസ്സൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട 1-2 ഡ്രസ്സ് ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാത്രമേ ആൾ ഇടാറുള്ളൂ. ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വരില്ല കേട്ടോ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇപ്പം ഷർട്ടാണെങ്കിൽ ബട്ടൺസൊക്കെ അവന് ഇളക്കാനായിട്ട് അറിയാം. അതൊക്കെ എടുത്തിട്ടിട്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവും. അത് പിന്നെ പാൻറ്റ് മാത്രമേ ഇടുള്ളൂ കേട്ടോ ആൾ, വേറെ ഒന്നുമില്ല ഇല്ലേ? നമുക്ക് എപ്പോഴും പാൻറ്റ് വേണം. ഇതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ സ്വഭാവ സവിശേഷതകൾ അല്ലേ അമ്പാടി? ഇനി എണീറ്റോ മതി, ഇനി ബ്രഷ് ചെയ്തിട്ടൊക്കെ വരാം. അപ്പം എന്തായാലും ഞാനിവിടെ നിന്ന് നമ്മുടെ അമ്പാടിക്കുട്ടനെ ഒന്ന് എണീപ്പിക്കട്ടെ. എന്തോന്ന് കണ്ടുകൊണ്ടിരുന്ന ടി വിയിൽ? സ്പൈഡർമാൻ. അമ്പാടി സ്പൈഡർമാനാണ് കേട്ടോ കണ്ടുകൊണ്ടിരുന്നത് രാത്രിയിൽ അല്ലേ അമ്പാടി? അമ്പാടി സ്പൈഡർമാൻ കാണും, മാഷ ആൻഡ് ദ ബെയർ കാണും, വേറെ ഏതാ കാണുക? പിന്നെ 2 അൻറ്റ് കാണും ഇല്ലേ? 2 അൻറ്റിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ പേരറിയില്ല കേട്ടോ. 2 ഉറുമ്പുകളാണ് അതിലുള്ളത്. അപ്പോൾ അവരുടെ വീഡിയോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏതാ കാണുക അമ്പാടി? അമ്പാടിക്ക് വേറെ ഏതാ ഇഷ്ടം? എണീറ്റോ? എണീറ്റിരുന്നോ? വാ ഉറുമ്പ്. ഇനി ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇനി നമ്മുടെ അമ്പാടിക്കുട്ടനെ ഒന്ന് എണീപ്പിച്ച് സെറ്റാക്കാനായിട്ടുള്ളത്. പിന്നെ ഇന്ന് ചെറിയ ചുമയുടെ ഒരു വയ്യായിക കൂടെ ഇരിക്കണതുകൊണ്ട് ആള് തീരെ ചിലപ്പോൾ വാശിയിലാവും അല്ലേ? പിന്നെ അതൊക്കെ കാണാൻ അമ്പാടി പറഞ്ഞേ. അമ്പാടിക്കുട്ടന് വേറെ ഏതൊക്കെ കാണാൻ ഇഷ്ടം? ഇങ്ങോട്ട് വന്നു. അമ്പാടീനെ കാണാൻ പറ്റുന്നില്ല. അമ്പാടി അങ്ങനെ തിരിഞ്ഞിരുന്നു. ഇനി പറഞ്ഞോ അമ്പാടി വേറെ ഏതൊക്കെ കാണുന്നത്? അമ്പാടിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എനിക്കും ഓർമ്മ കിട്ടുന്നില്ല. അമ്പാടി ഏതൊക്കെയോ ഇങ്ങനെ കാണും കേട്ടോ. പിന്നെ നമ്മുടെ അമ്മുക്കുട്ടിയുടെ കൂടെ ചേർന്നിട്ട് ടീയക്കുട്ടീൻ്റെ വീഡിയോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? ടീയനെ ഇഷ്ടമുണ്ടോ? നമ്മുടെ ടീയക്കുട്ടിയുടെ വീഡിയോ ഇന്നലേക്ക് അതായിരുന്നു കേട്ടോ. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് അമ്മുക്കുട്ടി അമ്പാടിയും കൂടെ TV അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ ഇരുന്നിട്ട് ടീയക്കുട്ടിയുടേതായിരുന്നു. പിന്നെ അമ്മുക്കുട്ടിയുടേത് എല്ലാവർക്കും അറിയില്ല, ചട്ടം പീസൊക്കെയാണ് അമ്മുക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പം അതൊന്നും അമ്പാടി കാണില്ല. അമ്പാടി ടീയേൻ്റെത് കാണും അല്ലേ? എന്തോ രാത്രി എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ടീയുടെ വീഡിയോയിൽ ഏതോ കണ്ടതാണ് അമ്പാടി പറഞ്ഞത്. ടീയക്കുട്ടി ആ വീഡിയോയിൽ ചെയ്തെന്തോ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം എനിക്ക് എന്തായാലും അത് മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പം എല്ലായിടത്തും പറഞ്ഞതിന് പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞേ. അമ്പാടീൻ്റെ ഉറക്കമൊന്നും തെളിയണില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ബ്രഷ് ചെയ്ത് ഫ്രഷായിട്ട് വരാം അല്ലേ? അപ്പോൾ ഫ്രഷായിട്ടൊന്ന് കാണാം. ബൈ. അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴയൊക്കെ ആയിട്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ കുളിക്കാനായിട്ട് തോർത്തൊക്കെ എടുത്ത് വന്ന് നിൽക്കുകയാണേ. അമ്പാടി എവിടെ പോണേ? ഇങ്ങനെയോ? ഇതിപ്പോൾ എവിടെ പോണേ? ഇങ്ങനെ തോർത്തൊക്കെ എടുത്ത് കൊടുത്തിട്ട് കുളിക്കാനാണോ? അപ്പം നമുക്ക് കുളിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അമ്പാടി സുന്ദരനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അമ്പാടി ഒരു ഹായ് പറഞ്ഞോ. കുളി കഴിഞ്ഞു എന്ന് പറ. അമ്പാടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാണ്ടോ അമ്പാടിക്കുട്ടൻ യൂണിഫോം എല്ലാവരും ഒന്ന് കാണട്ടെ. അവിടെ നിൽക്കണേ. അപ്പോൾ ഇത് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ചുമയുണ്ട്. അപ്പോൾ അതാണ്ടോ ഇതാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ യൂണിഫോം അല്ലേ? ഇതൊരാൾ സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ അംഗൻവാടിയിലേക്ക് എല്ലാ കുട്ടികൾക്കും എടുത്തു കൊടുത്തു ടീച്ചർ. അപ്പോൾ എന്തായാലും
നമ്മുടെ അമ്പാടിക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ല അമ്പാടിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രസ്സുണ്ട്, അത് മാത്രമേ ഇടുള്ളൂ. അതുപോലെ ഇന്ന് അമ്പാടിക്ക് ഇന്ന് യൂണിഫോം ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തത്. കാരണം എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല, കാരണം ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ആഴ്ചയിൽ 1-2 ദിവസം മാത്രം യൂണിഫോം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമല്ലോ. അമ്പാടിക്കുട്ടാ നേരെ നിന്ന് ആ സൗണ്ടിൽ അമ്മ പറയണമെന്നും കേൾക്കാൻ പറ്റില്ല. അശ്യോ എവിടെ പോയി അമ്പാടി. അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ സ്വാതന്ത്ര്യദിനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴേ എല്ലാവർക്കും ഒരുപോലെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കില്ല എല്ലാ കുട്ടികളും ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്താ ടീച്ചർ പറഞ്ഞൊരു ID കാർഡൂടെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറി പോകുന്ന ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അമ്പാടിക്കുട്ടോ ഇനി നമുക്ക് കഴിക്കാൻ പോയല്ലോ. അപ്പോൾ അമ്പാടി കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എണീറ്റിട്ട് ആദ്യം പല്ല് തേച്ചിട്ട് ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അമ്പാടി പറഞ്ഞു വേണ്ട അമ്പാടി കുളിച്ചിട്ട് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അമ്പാടി ഇന്ന് പോവാം നമുക്ക്. കഴിക്കാൻ പോവാം. ദോശയാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് ദോശ. വൈകിട്ട് കഴിച്ചാൽ അത് ഇപ്പോൾ കഴിക്കണ്ടേ? കഴിക്കണം. എന്നാൽ നമുക്ക് പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ കഴിച്ചിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ അമ്പാടിക്കുട്ടൻ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. കഴിച്ചോ? അമ്പാടി എന്താ കഴിക്കണേ? ദോശ. അമ്പാടിക്ക് ദോശ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടല്ലേ. ചായ എടുത്ത് കുടിച്ചോ. നേരെ ഇരുന്നോ. ചായ എടുത്ത് കുടിച്ചേ. അപ്പോൾ അമ്മക്കുട്ടി രാവിലെ പോകുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അമ്മക്കുട്ടീൻ്റെ വിശേഷമൊന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ അമ്പാടിക്ക് വന്നിട്ട് 10 മണിക്കാണ് കേട്ടോ നേഴ്സറിയിൽ പോവേണ്ടത്. പക്ഷേ അമ്പാടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റാവും. കാരണം അമ്പാടിക്ക് എന്താ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് കുറേ അധികം സമയമാവും. ഞാൻ എത്ര എടുത്തു കൊടുത്താലും അമ്പാടിക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് പോകാനായിട്ട് റെഡിയായില്ലേ. കഴിച്ചിട്ട് പോകണമല്ലേ. അമ്പാടിക്ക് TV ഇട്ടില്ല. കാരണം ഞാൻ ഇനി ഇവന് അമ്പാടിക്കുട്ടന് കൊടുത്തിട്ടാണ് കേട്ടോ എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ TV വരും. കിട്ടി. അപ്പോൾ അമ്പാടിക്കുട്ടനെ എത്ര ലേറ്റായിട്ടല്ലേ 10 മണിയൊക്കെ ആവും പോകാനായിട്ട്. അപ്പോൾ കുറേ അധികം ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം നടന്നിട്ട് വരുമ്പോൾ ക്ഷീണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനും കഴിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഇനി അമ്പാടിക്കുട്ടന് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് അല്ലേ അമ്പാടിയെ. അപ്പോൾ അമ്പാടിക്ക് കൊടുത്തിട്ട് ഇനി TV ഇട്ട് കൊടുക്കുമ്പോൾ അമ്പാടിക്കുട്ടൻ കുറച്ച് സമയം അതിൽ നോക്കിയിട്ടിരിക്കും. ആ ഗ്യാപ്പിൽ ഞാനൊന്ന് റെഡിയാവും കാപ്പിയും കുടിച്ചിട്ട് അല്ലേ. അമ്മയ്ക്ക് യൂണിഫോം വേണ്ട. അപ്പോൾ എന്തായാലും ഞാൻ അമ്പാടിക്കുട്ടന് കഴിക്കാൻ കൊടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ നേഴ്സറി കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് അമ്പാടിക്കുട്ടൻ്റെ ബാഗ്. ഇപ്പോൾ ഇതൊരു കുഞ്ഞ് ടർക്കിയാണ്. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് മൂടാനായിട്ട് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ തരിക. അലക്കിയിട്ട് വീണ്ടും തിങ്കളാഴ്ച ആകുമ്പോൾ ഞങ്ങൾ കൊടുത്തു വിടും. ഇപ്പോൾ ഇത് അമ്പാടിക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് വാട്ടർ ബോട്ടിൽ. അപ്പോൾ അതിൽ കുഞ്ഞല്ല കേട്ടോ, അത്യാവശ്യം വലുതാണ്. അതുകൊണ്ട് പകുതി വെള്ളം എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടന് ഉപ്പുമാവ് കഴിക്കാനുള്ള പാത്രം. അതായത് അമ്പാടിക്കുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കും. എന്നിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടോ. കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ഒരു പാത്രം. പിന്നെയുള്ളതൊരു ബുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ അമ്പാടിക്കുട്ടന് ടീച്ചർ തന്നെ കൊടുത്ത ബുക്കാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ അമ്പാടിക്കുട്ടൻ ആദ്യമായിട്ട് റായി എഴുതി പഠിച്ചിട്ടുണ്ട്. കൈ പിടിച്ചിട്ടാണ് കേട്ടോ എഴുതിയത്. ആൾക്ക് നല്ല മടിയുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം എങ്ങനെയൊക്കെയോ ഇരുന്ന് തന്നിട്ട് ഫസ്റ്റ് ടൈം എഴുതിയതായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക് കൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ സ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നേഴ്സറി തന്നെ വെച്ചിട്ട് വരും കേട്ടോ. കാരണം എല്ലാ ദിവസവും കൊണ്ടുപോയിട്ട് വരുമ്പോൾ അത് സ്ലേറ്റ് കുറച്ച് വലുതാണല്ലോ. അപ്പോൾ ബാഗിൽ വയ്ക്കുമ്പോൾ ബാഗ് പെട്ടെന്ന് ചീത്തയാവും എന്ന് പറഞ്ഞിട്ട് ടീച്ചർ തന്നെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളുടെ നിന്നും വാങ്ങിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ബുക്കിൽ ഇങ്ങനെ വന്നിട്ട് എഴുതുന്നത് കൊണ്ട് തന്നെ അവിടെ ആ സ്ലേറ്റ് അവിടെ നമ്മുടെ നഴ്സറി തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ എല്ലായിടത്തും നമ്മുടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ബാഗ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്പാടിക്കുട്ടനെ ഞാൻ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇരുത്തിയിട്ട് TV വെച്ച് കൊടുത്തിട്ട് ഞാൻ റെഡിയായി. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ അമ്പാടിക്കുട്ടൻ്റെ ബാഗ് കൂടെ എടുത്തത്. അപ്പോൾ അതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇനി അംഗൻവാടിയിലോട്ട് പോവുകയാണ്. അമ്പാടി സൗണ്ട് ഇടല്ലേ ഇത്രയും പറഞ്ഞോട്ടോ അമ്മ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെന്തായാലും പോയിട്ട് വരട്ടെ. പോകുന്ന വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. കാരണം ഇത് കുറേ ഒത്തിരി ദൂരം നടക്കാനൊക്കെ ഉണ്ട്.
അപ്പോൾ അതുപോലെ അംഗൻവാടിയൊക്കെ കാണിച്ചിട്ട് അത് വേറൊരു വീഡിയോയിലാവും കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്നത് വരെ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി കേട്ടോ. വീഡിയോ ഒക്കെ കൂടി എടുത്തു വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അമ്മക്കുട്ടിയുടെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അമ്മക്കുട്ടി രാവിലെ പോവും, ചേട്ടനും പോകുന്നില്ല. ഒരേ ടൈമായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടൻ ഇതായിരിക്കണം. അമ്പാടി പോവാം നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ പറഞ്ഞോ, ബൈ പറഞ്ഞോ. ബൈ.